ജീവിതത്തിലാണെങ്കിലും അക്കൗണ്ടൻസിയിലാണെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്യണമല്ലോ. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BRSനെ പറ്റിയിട്ടാണ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അക്കൗണ്ടൻസിയിൽ നമുക്ക് അറിയാവുന്ന പോലെ രണ്ട് രീതിയിലാണ് നമ്മൾ ട്രയലിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ ട്രയൽ ബാലൻസ് ആണ് ഓഫ് കോഴ്സ്, രണ്ടാമത്തെയാണ് BRS എന്ന് പറയുന്നത്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ട്രയൽ ബാലൻസ് ഒബ്വിയസ്ലി നമുക്ക് വരുന്ന ചില ക്ലറിക്കൽ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇന്റൻഷനലി എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ BRS അങ്ങനെയല്ല. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ പറയുന്ന ബാലൻസ് ഡിഫറൻസസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് അത് സംഭവിച്ചിരിക്കും. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ആ ബാലൻസുകൾ കറക്റ്റ് ആക്കി വെക്കാനും വേണ്ടിയിട്ടാണ് അക്കൗണ്ടൻസ് BRS പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു അക്കൗണ്ട് മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ക്യാഷ് ബുക്ക് ഉണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് ഇതിന് ബേസ് ആയിട്ട് വരുന്നത്. അതായത് നമുക്കൊരു ബാങ്കിലെ ട്രാൻസാക്ഷൻസിനെ മാത്രം റെക്കോർഡ് ചെയ്യാനായിട്ട് കോളം ഉണ്ട്. ഈ കോളത്തിൽ നമ്മൾ എഴുതുന്ന പല ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും തന്നെ ബാങ്കിനെ എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അതോടൊപ്പം നമ്മുടെ കമ്പനിക്കുള്ള ബാങ്ക് അക്കൗണ്ട്, അവിടെ ഒരു പാസ്ബുക്ക് ഉണ്ടാവും. അവിടെയും നമുക്കൊരു റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് അവിടെ കാണാൻ പറ്റും. ഇത് തമ്മിൽ പലപ്പോഴും മിസ്മാച്ച് സംഭവിക്കാം. അതിൻ്റെ കാരണം നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ സംഭവിക്കുന്നുണ്ടാവും, ചാർജുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിഫറൻസുകൾ കാരണമാണ് ഈ ഒരു ബാലൻസ് ഡിഫറൻസ് രണ്ട് അക്കൗണ്ട്സിലും സംഭവിക്കുന്നത്. അതിന് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് BRS. ഇതിലിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഈ 4 ട്രാൻസാക്ഷൻസുമാണ് കോമൺ ആയിട്ട് BRS സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കാരണമാകുന്നത്. ഒന്ന്, ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അക്കൗണ്ടിന് അത് റെക്കോർഡ് ചെയ്യും, പക്ഷേ അത് ക്ലിയർ ആയാൽ മാത്രമാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് റിഫ്ലക്റ്റ് ആകുള്ളൂ. രണ്ടാമത്തെ കാര്യം, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനിക്ക് കിട്ടുന്ന ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ടൈം ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് ബാങ്ക് ചാർജസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. നമ്മൾ കമ്പനിയിലകത്തിരിക്കുന്ന അക്കൗണ്ടിന് ഒരിക്കലും അറിയുന്നില്ല ഏതൊക്കെ സമയത്താണ് ബാങ്ക് ട്രാൻസാക്ഷൻസിൽ ത്രൂ ചാർജസോ ഇൻട്രസ്റ്റോ കയറുന്നെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അക്കൗണ്ടിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് പക്ഷേ പാസ്ബുക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. അടുത്തൊരു കാര്യമാണ് ഡയറക്റ്റ് ട്രാൻസാക്ഷൻസ്. ഏതെങ്കിലും ഒരു കസ്റ്റമർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നുണ്ടെങ്കിൽ അതും അക്കൗണ്ടിന് അറിയണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ട്രാൻസാക്ഷൻസ് കാരണം നമ്മുടെ അതായത് ക്യാഷ് ബുക്കിനകത്തും പാസ്ബുക്കിനകത്തും ഡിഫറൻസുകൾ സംഭവിക്കാറുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ക്യാഷ് ബുക്കിനെ ബേസ് ആയിട്ട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് പാസ്ബുക്കിനെ ബേസ് ആക്കി വെച്ചിട്ടും ഇത് ചെയ്യാം. ഇവിടെ ഫോർ എക്സാമ്പിൾ ക്യാഷ് ബുക്ക് ബാലൻസ്, ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ 20,000 ബാലൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ചെക്ക് ഇഷ്യൂഡ് നോട്ട് പ്രസൻറ്റഡ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, ഒരു കസ്റ്റമർക്ക്, ഒരു സപ്ലയർക്ക് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ ആളത് ബാങ്കിൽ എപ്പോഴാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതും കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴാണ് ആൾക്ക് ആ പണത്തിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്. പക്ഷെ നമ്മളിവിടെ അക്കൗണ്ടൻ്റ് അത് ഓൾറെഡി പൈസ പോയി എന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന BRS പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ മൈനസ് ചെയ്ത് പോയ ക്യാഷ് ബുക്ക് ബാലൻസ് നമ്മൾ തിരിച്ച് ആഡ് ചെയ്താലാണ് പാസ്ബുക്കിൻ്റെ ലെവലിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഡയറക്റ്റ് കസ്റ്റമർ ഡെപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കസ്റ്റമർ കമ്പനി അക്കൗണ്ടിലേക്ക്, കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിന് അത് അറിയില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കും. സോ അതിനെ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ തിരിച്ച് ആഡ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പണത്തിന് സമയാസമയങ്ങളിൽ ഫ്രീക്വൻലി ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അതും അക്കൗണ്ടിന് അറിയുന്നില്ല. അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവില്ല. ഈ രീതിയിൽ നമ്മൾ BRS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രാൻസാക്ഷൻ കൂടെ തിരിച്ച് ആഡ് ചെയ്താലാണ് നമുക്ക് പാസ്ബുക്കിൻ്റെ റെക്കോർഡ് ബാലൻസ് എത്രയാണോ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവസാനം കാണിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഡിഡക്ഷൻസ് ആണ്. ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് ക്ലിയർഡ്. നമ്മൾ കമ്പനിക്ക് തന്നിരിക്കുന്ന ഒരു ചെക്ക്, ഒരു കസ്റ്റമർ അയാളുടെ ഡ്യൂ എമൗണ്ട് കമ്പനിക്ക് ചെക്കായിട്ട് തരുന്നു. കിട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മളത് കിട്ടിയതായിട്ട് കാണിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്താൽ മാത്രമാണ് ആ ക്യാഷ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനിവിടെ മൈനസ് ചെയ്തിരിക്കുന്നത്. ഇനി ബാങ്ക് ചാർജസ്. ഈ പറയുന്ന പോലെ ബാങ്ക് ചാർജസ് പാസ്ബുക്കിൽ കുറച്ച് കാണിക്കും, പക്ഷേ ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെ അതിനെയും നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ 22,950 ആണ് പാസ്ബുക്കിൽ ബാലൻസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇനീഷ്യലി 20,000 ആയിരിക്കും നമ്മുടെ കയ്യിലെ ബാലൻസ്, പാസ്ബുക്കിൽ 22,950 ആയിരിക്കും. ഈ 22,950ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ഏത് എഫക്റ്റ് ആണോ കൊടുക്കേണ്ടത് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ BRS സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ പാസ്ബുക്കിലുള്ള ഇപ്പോഴത്തെ ബാലൻസ്.
ഇനി ഇത് നമ്മൾ പാസ്ബുക്കിൻ്റെ ബേസ് വെച്ചും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന ആ ഒരു ക്ലാരിഫിക്കേഷൻ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ബുക്കിൽ ബാങ്ക് ബാലൻസ് എത്രയാണ് അതായിരിക്കും. അങ്ങനെ കിട്ടുമ്പോൾ ആ കാൽക്കുലേഷനോ അല്ലെങ്കിൽ ആ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും കറക്റ്റ് ആണ്. ഈ രണ്ട് രീതിയിൽ ചെയ്താലും BRS സ്റ്റേറ്റ്മെൻറ്റ് ത്രൂ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ ഡിഫറൻസ് വന്നെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതോടുകൂടി ഇത് അവസാനിക്കുന്നില്ല. അടുത്തൊരു സ്റ്റേജിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ട്രാൻസാക്ഷൻസ് മിസ്സായി പോയ എന്തെങ്കിലും ട്രാൻസാക്ഷൻ, ബാങ്ക് ചാർജസ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ ദ കസ്റ്റമർ, ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിനെ ഇനീഷ്യലി നമ്മൾ എങ്ങനെയാണോ റെക്കോർഡ്സിലേക്ക് കൊണ്ടുവരുന്നത് ആ രീതിയിൽ ജേർണലൈസ് ചെയ്ത് ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇനി അതല്ല, ഇപ്പോൾ ചെക്കിൻ്റെ കേസ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വീണ്ടും അതിനെ റെക്കോർഡ് ചെയ്ത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസ് അത് ക്ലിയർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അക്കൗണ്ടിന് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു BRS സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സിലോട്ട് കയറി വരുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഡൗട്ട്സ് നിങ്ങൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസിൽ വീഡിയോസുമായിട്ട് നമുക്ക് തുടർന്നും കാണാം. താങ്ക്